ആശങ്കകൾക്കിടയിൽ ആശ്വാസമായി പാതിരാത്രി മുതൽ പുലർച്ചെ വരെ നാടിനൊപ്പം ചേർന്ന് മന്ത്രി ഒ ജെ ജനീഷും ജില്ലാ കളക്ടറും. വെള്ളപ്പൊക്ക ഭീതിയുടെ ആശങ്കയിൽ കഴിഞ്ഞ ജനപ്രതിനിധികൾക്കും നാട്ടുകാർക്കുമൊപ്പം വിവിധ പ്രദേശങ്ങൾ ഇരുവരും സന്ദർശിച്ചു. ശനിയാഴ്ച രാത്രി 12-ന് മന്ത്രി ഒ ജെ ജനീഷിന്റെ മാളയിലെ ക്യാമ്പ് ഓഫീസിലെത്തിയ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അല്പസമയം മറ്റ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമായും സംസാരിച്ച ശേഷം വെള്ളപ്പൊക്ക ഭീഷണിയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും ജാഗ്രത പാലിക്കണമെന്നും അനാവശ്യമായ ഭീതി സൃഷ്ടിക്കരുതെന്നും ജനീഷും കളക്ടറും നാട്ടുകാരോട് പറഞ്ഞു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവൻ, കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി സേവ്യർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. പ്രളയം ബാധിച്ച പ്രദേശങ്ങളും ചാലക്കുടിപ്പുഴയിൽ എറണാകുളം ജില്ലയിലെ കണക്കൻകടവ് ഷട്ടറും മന്ത്രിയും ജില്ലാ കളക്ടറും സന്ദർശിച്ചു. ഷട്ടറുകൾ തകരാറിലായതും ഉയർത്താൻ കഴിയാത്ത അവസ്ഥയും ജനപ്രതിനിധികളും മറ്റു പൊതുപ്രവർത്തകരും കളക്ടറെ ബോധ്യപ്പെടുത്തി. എറണാകുളം ജില്ലാ കളക്ടറുമായി സംസാരിച്ച് ഷട്ടർ ഉയർത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉറപ്പുനൽകി. ഇപ്പോഴത്തെ അവസ്ഥയിൽ പുഴയിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകുന്നുണ്ടെങ്കിലും ജലനിരപ്പ് ഉയർന്നാൽ ഷട്ടറുകൾ ഉയർത്താൻ കഴിയാത്ത നിലയിലാണ് തകർന്നുകിടക്കുന്നത്. ഷട്ടർ തകരാർ പരിഹരിക്കാനും താഴ്ത്താനും കഴിയാതിരുന്നാൽ ജലനിരപ്പ് താഴുമ്പോൾ പുഴയിലെ വെള്ളം പൂർണ്ണമായി ഒഴുകിപ്പോകാനും ഉപ്പുവെള്ളം കയറാനും ഇടയാക്കുമെന്ന ആശങ്കയും നാട്ടുകാർ പറഞ്ഞു. കുഴൂർ, അന്നമനട പഞ്ചായത്തുകളിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ ജനപ്രതിനിധികൾ ജില്ലാ കളക്ടറുമായി സംസാരിച്ചു. തഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. പ്രളയത്തിന്റെ ഓർമ്മകളിലാണ് കുഴൂർ, അന്നമനട പഞ്ചായത്തുകളിലുള്ളവർ ശനിയാഴ്ച ഭീതിയിലായത്. രാത്രി 12-ന് മാളയിലെത്തിയ ജില്ലാ കളക്ടർ 2:30-ക്ക് ശേഷമാണ് തിരിച്ചുപോയത്. ജില്ലയിലെ പൊതുവെയുള്ള വെള്ളപ്പൊക്ക സാധ്യതകളും സാഹചര്യങ്ങളും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ഒ ജെ ജനീഷുമായി ചർച്ച നടത്തി.